ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിന് ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഡ്രസ്സ് മാറി എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത്. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കും. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക്ക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടിയിട്ട്. കുട്ടി വേണ്ട വേണ്ട പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ജാസി എന്റെ ഫ്രണ്ടാന്ന് പോലും ഒന്ന് അത് ജാസി മാത്രം തീരുമാനിച്ചാ മതിയാ? അല്ല പിന്നെ ഇതെന്താ അവന്മാരത്തിന്റെ പ്രശ്നം? അല്ല ഓനും അല്ല ഓളും അല്ല, ആ നായി എന്റെ ഫ്രണ്ടാണെന്നുള്ളത് ഓൻ തീരുമാനിച്ചാ മതിയാ? സന്തോഷായി, നല്ല സന്തോഷായി. മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. ശരി തന്നെയാണ്. നിങ്ങൾക്ക് എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ പറയുന്ന നായിന ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളാണ്. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആള് സ്വാഭാവികമായിട്ടും നമുക്ക് മെസ്സേജ് അയക്കും. പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് എന്ന് വിചാരിച്ച് വി ആർ നോട്ട് ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് തന്നെ വെച്ചോളൂ. ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് കാണിച്ചു തരുന്നത്? ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. പിന്നെ എന്നെ 2020 പരിചയപ്പെട്ടു, അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തന്നത്. 2020 പരിചയപ്പെട്ട് ബാക്കി എല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടോ ഒന്ന് പറയണേ. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ പാർട്ട്ണർ എന്നെ വെച്ച് കിട്ടിയ സിലിക്കോൺ കാണുമ്പോ ഹാപ്പിയാണ്. ആ പാർട്ട്ണറെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? ഈ സ്ത്രീനെ കൊണ്ടാണ് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. കണ്ടന്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിലിക്കോൺ തന്നെ വേണമായിരുന്നു. ഫ്രണ്ട് ആയിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ്. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും.